ജയസൂര്യ നായകനായി അഭിനയിച്ച ഒരു കടുത്ത മദ്യപാനിയുടെ കഥ പറഞ്ഞ വെള്ളം എന്ന സിനിമ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആ സിനിമയിലൂടെ വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നംപുറവും ശ്രദ്ധ നേടി. എന്നാൽ ഇപ്പോൾ താൻ ചതിയിൽപ്പെട്ടുവെന്നും ജീവിതം കൈവിട്ടുപോയ അവസ്ഥയിലാണെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന മുരളിയെ നമുക്ക് വീഡിയോയിൽ കാണാം. നദികളിൽ സുന്ദരി, യമുന, സുമതി വളവ് എന്നിവ അടക്കമുള്ള സിനിമകളുടെ പരാജയത്തെക്കുറിച്ച് മുരളി കുന്നംപുറത്ത് പറയുന്നുമുണ്ട്. ഈ വക സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്നും ജീവനെടുക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും മുരളി പറയുന്നു. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ജീവിതം. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വരാൻ കാരണം. എനിക്ക് ഒരുപാട് ചതികൾ പറ്റി. ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമൊക്കെ ടൈൽസ് കയറ്റി അയച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ ഇനിയും കിട്ടാനുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ കുറെ പൈസ പോയിട്ടുമുണ്ട്. ആൾക്കാരെ വിശ്വസിച്ച് കുറെ പൈസ പോയി. കമ്പനികൾക്ക് കുറെ പൈസ കൊടുക്കാനുണ്ട്. അതിനിടയ്ക്ക് സിനിമ എടുത്തു. ആദ്യ സിനിമ വെള്ളം. അതിൽ അവസാനം അതിന്റെ പ്രൊഡ്യൂസർ ആയിപ്പോയതാണ്. രണ്ടാമത് നദികളിൽ സുന്ദരി, യമുന എന്ന സിനിമയാണ് എടുത്തത്. ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ ഈ രണ്ടാളും കള്ളം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സിനിമ എടുത്തു. അതിൽ 2 കോടി രൂപയുടെ നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മളോട് കള്ളം പറഞ്ഞിട്ടാണ് അവർ വന്നത്. പിന്നീട് മൂന്നാമത് സുമതി വളവ്. എല്ലാവരുടെയും വിചാരം ആ സിനിമ വലിയ വിജയം ആയെന്നാണ്. എൻ്റെ ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കുകയാണ്. എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല, കൊതി തീർന്നിട്ടില്ല. പക്ഷേ ഈ സിനിമ കാരണം 7 കോടിയോളം രൂപ നഷ്ടം വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. കടക്കാർ എന്നെ ഇപ്പോൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അഭിലാഷ് പിള്ള, വിഷ്ണു, അവരെ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു, അവന് ഡയറക്ഷൻ ഒന്നും അറിയില്ല. എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് ഇവരൊക്കെ. എല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ നല്ലൊരു ജീവിതം ഈ സിനിമാക്കാർ എല്ലാവരും കൂടി കളഞ്ഞു. വിജേഷ് പാണത്തൂർ, ഉണ്ണി, അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം എൻ്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. അവരിപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായി ജീവിക്കുകയാണ്. എനിക്ക് മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ മരിക്കാൻ ധൈര്യമില്ല. പക്ഷേ മരിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. എല്ലാവർക്കും മാപ്പ്. ഞാൻ കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങളാരും ഒരിക്കലും കുടിക്കരുത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളി ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കുറച്ച് സമയത്തിനുള്ളിൽ മുരളി തന്നെ നീക്കം ചെയ്തു. മുരളി കുന്നംപുറത്ത് സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി വരെ വളരെ സന്തോഷത്തോടെ പോസ്റ്റുകൾ ഇട്ടിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടാനും അല്പം കഴിഞ്ഞ് അത് പിൻവലിക്കാനും കാരണം എന്താണെന്ന് കൃത്യമായി അറിയുകയുമില്ല. ശരിക്കും അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ട്. അത് ആ വീഡിയോയിൽ വ്യക്തമാണ്. സിനിമാക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പൈസ മുടക്കുന്നവർ എല്ലാവരും സിനിമയിൽ വിജയിക്കണമെന്നില്ല. എന്തായാലും ശ്രീ മുരളി ഈ പ്രശ്നങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.